രാജൻ സാറിന്റെ സെൻഡോവിനായി പിടിസി പൊള്ളാൻ ചെയ്തു പൊന്മുടിയിലേക്ക്. രാജൻ സാറിന്റെ സെൻഡോവിനായി പിടിസി പൊള്ളാൻ ചെയ്തു പൊന്മുടിയിലേക്ക്. മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ രാജേട്ടമൊപ്പം തിരിച്ചു. ഞങ്ങളും പൊന്മുടിയിലേക്ക് തിരിച്ചു. പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് രാജൻ സാറിന്റെ സെൻഡോവ്. പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് ഞങ്ങളും കൂടെ പോവാം. കൂട്ടം മുഴുവൻ ചിരിയോടെ കയ്യടികൾ നിറഞ്ഞ വഴിയിൽ ഓർമ്മകൾ ഒട്ടക്കെട്ടായി ചൂടുപോലെ കൂടെ നിന്നു. മറുവാക്ക് വേണ്ട മടിയും വേണ്ട അവിടെ നിന്നു യാത്ര തുടങ്ങി. രാജേട്ടനൊപ്പം നമ്മളും തിരിച്ചു വരും തിരിച്ചു വരും. പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് രാജൻ സാറിന്റെ സെൻഡോവ്. പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് ഞങ്ങളും കൂടെ പോവാം. ഒന്ന വഴികൾ മാറിയാലും സ്നേഹം മാത്രം മാറില്ലേ. ഒന്നിച്ചു നിന്നൊരു നിമിഷം മനസ്സിലെന്നും തങ്ങില്ലേ. പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് രാജൻ സാറിന്റെ സെൻഡോവ്. പൊന്മുടിയിലേക്ക് പൊന്മുടിയിലേക്ക് ഞങ്ങളും കൂടെ പോവാം. KSRTC നെയ്യാറ്റിൻകര യൂണിറ്റിലെ ബഡ്ജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് പൊന്മുടി ട്രിപ്പിൻ്റെ അമരക്കാരനായ ശ്രീ രാജസാറിൻ്റെ ഈ യാത്രയപ്പ് നമ്മൾ പൊന്മുടിയിൽ വെച്ച് ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന് KSRTC നൽകുന്ന ഉപകാരം നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുക. രണ്ടുപേർക്കുമില്ലേ മൊമന്റോ ജനസേന സമർപ്പിക്കും. ഇപ്പൊ മമ്മൂട്ടിയും മോഹൻലാൽ ബഹുമാനപ്പെട്ട നമ്മളെ ഇന്നത്തെ വിശിഷ്ട വിദ്യകളായ ശ്രീ രാജൻ സാർ, ശ്രീ സൂപ്രണ്ട് ശ്രീ കലാക്ക മാഡം, ശ്രീ കണ്ടക്ടർ ശ്രീ ശ്രീകുമാർ, നമ്മൾ ഇന്ന് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കൾ, ഇന്ന് ഈ 30-ാം തീയതി 31-ാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുന്ന ഈ 3 പേർക്ക് KSRTC ബഡ്ജറ്റ് ടൂറിസം നെയ്യാറ്റിൻകര യൂണിറ്റിൻ്റെ പേരിൽ ഇന്നിവിടെ നൽകിയ യാത്രയപ്പ് പൂർണ്ണമായും അതിൻ്റെ സംഘാടകർ ഓരോരുത്തരും ഈ ഘട്ടത്തിൽ അതിൻ്റെ പരിപൂർണമായ വിജയം നമുക്ക് ഇവിടെ എത്തിച്ച് നല്ല രീതിയിൽ ഇതുവരെ രാവിലെ മുതൽ ഇതുവരെ പൊന്മുടി വരെ എത്തി എല്ലാ നല്ല കാര്യങ്ങൾ നടത്തിയ ഇതിൻ്റെ വ്യക്തികളെ ആദ്യം നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. തീർച്ചയായും ഇങ്ങനെയുള്ള നല്ല യാത്രയപ്പ് ചടങ്ങുകളും ജീവനക്കാരെ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി ഈ സംഘടന നടത്തിയ എല്ലാവരെയും KSRTC നെയ്യാറ്റിൻകര
യൂണിറ്റിൻ്റെ പേരിലും ബഡ്ജറ്റ് വർഷത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇതിനകത്തുള്ള കലചേച്ചിയുടെ വ്യക്തിമത്വം കൂടിയാണ് ശ്രീമതി ആര്യ പ്രേമജം. ശ്രീമതി ആര്യ പ്രേമജം, അതെ, ആര്യ പ്രേമജവും രജനിയും രണ്ടുപേരും. അപ്പോൾ ശ്രീമതി രജനി, ആര്യ പ്രേമജം രണ്ടുപേരും കൂടി ചേർന്ന് കലചേച്ചിക്ക് ഒരു പേഴ്സണൽ ഉപഹാരം കൂടി സമർപ്പിക്കാം. ബഹുമാന്യരെ എന്നൊന്നും വിളിക്കുന്നില്ല. ഇന്ന് എല്ലാവരും നമ്മൾ യാത്രക്കാരാണ്. ഒരു ട്രിപ്പിൽ വന്നതുകൊണ്ട് ഇന്ന് എല്ലാവരും നമ്മൾ തുല്യരാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. പിന്നെ ഒപ്പം ഇന്ന് നമ്മൾ വന്നത് പ്രിയപ്പെട്ട രാജേട്ടനൊപ്പം എന്ന് പറഞ്ഞുള്ള യാത്രയിൽ പങ്കെടുക്കാനാണ്. ഇതിൽ വരാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയിലായിരുന്നില്ല. കുറച്ച് ദിവസം കൊണ്ട് ഫിസിയോതെറാപ്പിയും അങ്ങനെയൊക്കെ നടക്കുകയാണ്. പക്ഷെ ചേച്ചി വരുന്ന രാജൻ സാറ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. പിന്നെ ഒപ്പം നമ്മളെ ശ്രീകുമാർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ ചെറിയ യാത്ര കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് വരെയാണ്. അപ്പോൾ പൊന്മുടി യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ രാജൻ സാറിൻ്റെ പേര്, ചിലപ്പോൾ ഭാവിയിൽ ഇനി പൊന്മുടി രാജൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയപ്പെടുകയുള്ളായിരിക്കും. അതിനി നമ്മൾ അങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഏത് രാജൻ എന്ന് ചോദിച്ചാൽ ഉടൻ പൊന്മുടി രാജൻ എന്ന് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാൻ പറ്റും. അത്രയും നല്ല ആ സാറിന് ആ യാത്രയിൽ യാത്രക്കാരും നാട്ടുകാരും മറ്റെല്ലാ സംഘടനകളും എത്രമാത്രം വലിയ ഒരു വിലയാണ് കൊടുത്തത് എന്നുള്ളത് നമ്മളിന്ന് മനസ്സിലാക്കുകയാണ്. അത്രയ്ക്ക് പുള്ളി അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ തിരിച്ച് മറ്റുള്ളവരിൽ നിന്നും ഈ സ്നേഹോപഹാരങ്ങൾ കിട്ടുന്നുണ്ട്. അത് മാനസികമായിട്ടും കൂടെയാണ്. ഭയങ്കര നല്ല ഒരു കണ്ടക്ടർ ജീവിതത്തിൽ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹനീയ മുഹൂർത്തമാണ്. ഇന്നിപ്പോൾ പുള്ളിയുടെ പേരിൽ ഒരു യാത്ര തന്നെ വന്നു. ഇത് ഒരു എല്ലാ ജീവനക്കാർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എങ്കിൽ കുറച്ചുകൂടെ ഒരു തയ്യാറെടുപ്പോടെ വന്നേ. അപ്പം എന്തായാലും എല്ലാം സംഘടിപ്പിച്ചവർക്കും നന്ദി. പിന്നെ ഒപ്പം എനിക്കിന്ന് ഈ യാത്രയിൽ പങ്കെടുക്കാൻ കലചേച്ചി വരുന്നത്, ചേച്ചി ഈ മാസം ഇറങ്ങുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഉള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ അതിലൊപ്പം പങ്കെടുക്കാൻ വേണ്ടിയാണ് കാല് വയ്യെങ്കിലും ഇറങ്ങിയത്. ദീപയെ പോലെ ഫിസിയോതെറാപ്പിയും കൊണ്ട് നടക്കുകയാണ് കുറേ ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ശ്രീകുമാർ സാറിനും ഇന്ന് പിന്നെ ഈ കൂട്ടത്തിൽ റിട്ടയർ ചെയ്യുന്ന പുള്ളിക്കും നമ്മുടെ പിന്നെ ഒരു സ്നേഹം അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇനി ശിഷ്ടകാലവും ആക്റ്റീവായിട്ട് എല്ലാവർക്കും ഇരിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. KSRTC ട്രേഡ് യൂണിയനുകൾ എല്ലാവരും ഈ കാര്യങ്ങൾ നെയ്യാറ്റിങ്ങിൽ നമ്മളോട് സഹകരിച്ചിരുന്നു. KSRTC ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇവിടെയുണ്ട്. നമ്മുടെ INTUC സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള നമ്മുടെ നെയ്യാറ്റിങ്ങരയിലെ സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടിയുള്ള ST രാജേഷ് എൻ്റെ വാക്കുകൾ. ഒരു ഷൂട്ടിങ് കഴിഞ്ഞാണ് ഞാൻ വന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതോടൊപ്പം രാജാണ്ണൻ നമ്മൾ പഴയ കമ്പനിയാണ്. അതുപോലെ ശ്രീകുമാറണ്ണൻ, കലച്ചേച്ചി ഇപ്പം വന്നതാണ്, കുറച്ച് കാലത്തെ അറിയാവും കേട്ടോ. അവിടെ ഇവരെല്ലാം നമ്മളെല്ലാം ഞാനും രാജൻ സാറും ശ്രീകുമാറണ്ണനും ഒക്കെ ഒരുമിച്ച് നെയ്യാറ്റിക്കര യൂണിറ്റിൽ ഫൈറ്റ് ചെയ്തവരാണ്. കണ്ടക്ടറായിട്ടും അല്ലാതെയൊക്കെ നേരിട്ട് അറിയാം. നമ്മൾ കൂടപ്പുറപ്പ് നമ്മളെ വിട്ട് പോകുന്നത് പോലെയാണ്. നമ്മളെ ഈ സർവീസിൽ നിന്ന് വിരമിക്കുക. അടുത്ത വർഷം ഞാനും ഉണ്ട്, നമ്മുടെ ഗോസറൊക്കെ ഉണ്ട്. എങ്കിലും നടക്കില്ല. എൻ്റെ കൂടെ ഉണ്ട്. 2 വർഷം നീട്ടണമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ കിടക്കുകയാണ് പറയാൻ ഞാൻ. പക്ഷേ എന്നാലും നമ്മുടെ സൗഹൃദങ്ങൾ ഓരോ നമ്മൾ മാറിപ്പോകുമ്പോൾ ആണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഇവരെല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇതായിരുന്നു. തമാശയിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ നടന്നെങ്കിലും കൈവിട്ട് പോയി. പെൻഷനായി പോയാൽ പിന്നെ നമുക്കറിയാം മറ്റോ അതാ പോണടേ എന്നേ പറയും. ഇപ്പോഴുണ്ടാകുന്ന ഒരു സ്നേഹം തന്നെയാണ്. പിന്നെ എന്ത് പറയാം, എല്ലാവരും നമ്മുടെ നഷ്ടം തന്നെയാണ് ഈ സർവീസിലും നമ്മുടെ സൗഹൃദത്തിലുമൊക്കെ. പോകുന്നവർ പോകുന്നു, വരുന്നു, നാളെ നമ്മൾ പോകുന്നു. മരത്തിലെ ഇല പോലെയാണ്, നമ്മൾ വീഴുന്നു, പഴുക്കുന്നു, പോകുന്നു. ജീവിതത്തിലെ ഒരു ബാക്കിയുള്ളവർക്ക്, ഇനി പോയവർക്ക് ശിഷ്ടകാലം നല്ല രീതിയിലൊരു ആരോഗ്യവും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് കലച്ചേച്ചിക്കും രായണ്ണനും പറഞ്ഞ കാര്യം എടുത്തു പറഞ്ഞ വേറെ ഒന്നുമില്ല, നമ്മളൊരു സൗകര്യം പോലെയാണ്. കളി കളിക്കണമെങ്കിലും ജോയിച്ച് അവിടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും യാത്രയിൽ അവർ നല്ല സന്തോഷിച്ചു എന്നാണ് എനിക്കറിയാൻ തോന്നിയിട്ടുള്ളത്. അതിൽ തെറ്റുകുറ്റങ്ങൾ നമ്മൾ യാത്രയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം പറയാൻ എനിക്ക് തോന്നില്ല. തോന്നിയാ
കുഴപ്പമില്ല, ഇരിക്കട്ടെ, നമ്മളെ ജോലിയല്ലേ. ഇത് ഇവിടെ നമ്മൾ ഈ തമാശ ഇവിടെ വെച്ച് തീരുന്നതാണ്. അല്ലെ നമ്മൾ സ്റ്റാൻഡിൽ ഒന്നും പറയുന്നില്ല. എന്നാലും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഉള്ള ഈ യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ആദ്യത്തെ ഒരു അനുഭൂതിയാണ് നമുക്കെല്ലാവരും. നേരത്തെ നമ്മളൊരു പൊന്മുടി യാത്ര, ഞാനും പൊന്മുടി സർവീസ് കുറച്ചു കാലം ഞാനും ഓടിയിട്ടുള്ളതാണ്. കുറച്ച് ബഡ്ജറ്റ് ടൂറിസത്തിൽ ഞാനും രഞ്ജിത്തോടെ ആദ്യം കുറേ കാലങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ മാറി പിന്നെ പിള്ളേർക്ക് നമ്മൾ വിട്ടുകൊടുത്തു. അപ്പോൾ ആണെങ്കിലും അതെ, സത്യമായൊരു കാര്യമാണ്. ഞാൻ രഞ്ജിത്തോടെ ആദ്യത്തെ നെയ്യാറ്റിൻകര സർവീസിൽ പൊന്മുടി നമ്മൾ ബഡ്ജറ്റ് ടൂറിസം ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കളക്ഷൻ കുറവായിട്ടല്ല, നമുക്ക് കഴിവുകേട് കുറവായിട്ടാണ്. നമുക്ക് കഴിവുകേട് കുറവ്. എനിക്ക് സ്വയമായി താഴ്ന്നിരുന്നു കുഴപ്പമില്ല. നമ്മളെ കുറ്റങ്ങൾ നമ്മൾ തന്നെ കേൾക്കുക, അല്ലാതെ ഞാൻ വലിയവനാണെന്നൊന്നും ഞാൻ പറയില്ല. നിനക്ക് എന്നെ കൊണ്ട് അഭിനയിക്കാൻ പറ്റിയെങ്കിൽ വാ, വെല്ലുവിളിക്കുന്നു, വേടേ. ഇതൊക്കെ ഒരു ഷൂട്ട് ചെയ്യല്ല, കുഴപ്പമില്ല. ഇതൊക്കെ ഒരു രസകരമാണ്. എനിക്ക് നമ്മളെല്ലാവരും സന്തോഷത്തോടുള്ള ഒരു ഈ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന, എൻ്റെ ഈ 48ാമത്തെ വയസ്സിൽ കിട്ടാവുന്ന ഒരു അമ്പത് വയസ്സിലല്ലേ സർവീസ് ഇപ്പോൾ വിരമിക്കുന്നത്. നമ്മൾ പുതിയ മാറ്റം കൊണ്ട് നമുക്ക് ഈ സർവീസിൽ കിട്ടാവുന്ന നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം. പൊന്മുടി യാത്രയിൽ അല്ലേ, നമ്മൾ ബഡ്ജറ്റ് ടൂറിസത്തിലും കുറേയൊക്കെ കളിച്ചും നമ്മൾ കുറേ പേരെ കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുമ്പോൾ കളി ഇപ്പം നമ്മളെ കൂടെ കളിച്ച് നമ്മളെ കൂടെ നിൽക്കാനൊക്കെ ആളുണ്ട്. എല്ലാവർക്കും നമ്മളെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് അത് സന്തോഷമായ ഒരു യാത്രയായിരുന്നു. അതുപോലെ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ജീവിതം ഇനി ഉണ്ടാവുന്ന ജീവിതം ആരോഗ്യവും ആയുഷവും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് കലച്ചേച്ചി, അവർക്ക് എല്ലാവർക്കും. കലച്ചേച്ചി എടുത്തെടുത്ത് പറഞ്ഞാൽ എനിക്ക് തമാശ പറയണമെങ്കിൽ ചേച്ചിയുടെ വലിയ സ്നേഹമാണ്. എന്നെ പോടാ ചെറുക്കാന്നൊക്കെ വിളിക്കുമെങ്കിലും വലിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഇത് വല്ല പറയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയാണ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇനിയുള്ള യാത്രകളിൽ വരണ വഴിക്ക് വെച്ച് എന്നെ കാണുമ്പോൾ പറയണം, ചെറുക്കാടാ എന്നെങ്കിലും വിളിക്കണം. സന്തോഷത്തോടെ ഞാൻ തിരിഞ്ഞ് എന്ത് ചേച്ചെന്ന് ചോദിക്കും. ചിലപ്പോൾ കരയെന്നൊക്കെ വിളിക്കുമായിരിക്കും, അതൊക്കെ രസമല്ലേ. എല്ലാവരോടും നമ്മളെന്നും കാണാറുണ്ട്. ഓലയെന്ന് വിളിക്കുന്ന അയാൾക്ക് ഒരു നെയിം നമ്മൾ വെച്ചിട്ട് ഓലയെന്നേ ഉള്ളൂ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഈ യാത്രയിൽ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ നമ്മൾ ഒരുമിച്ച് പോയവരാണ്. കുറച്ചു കാലം 20, 10, 25 ഒക്കെ വർഷം നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത ഈ തോണിയിൽ ചിലരൊക്കെ തൊഴിയുന്നു, നാളെ നമ്മൾ തൊഴിയും. എങ്കിലും എല്ലാവരോടും ഒരുമിച്ച് വന്ന ഈ നമുക്ക് എല്ലാവർക്കും പോകുന്നൊരു ദുഃഖമുണ്ടെങ്കിൽ പോലും എല്ലാവരോടും, പ്രത്യേകിച്ച് അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ യൂണിയനായ INTC വേണ്ടി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസോസിയേഷൻ CITന് വേണ്ടി ജോയിന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അനീഷ്. 2005 മുതൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു മുഖമാണ് രാജനെ കുറിച്ച്. രാജനെ മാത്രമല്ല, ശ്രീമാരന് കലാമേടത്തെ എനിക്കറിയാം. കാരണം കലാമേടം കുഞ്ഞുങ്ങളെ കൊണ്ട്, കാരണം മക്കളെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ വെള്ളട റൂട്ട് ഓടുമ്പോൾ വളരെ കാലം അമ്മയായിട്ട് ഒപ്പം കയറി ആ മക്കളെ എനിക്ക് നല്ലപോലെ അറിയാം. ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മളെടുത്ത് പെരുമാറി. ഇപ്പം വന്നപ്പോഴും നമുക്ക് അതേ സ്നേഹം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമാനെ കുറിച്ച് പറയുകയാണെങ്കിലും രായനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ ഞാനൊക്കെ വളരെ കുഞ്ഞിലെയാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ നമുക്കൊക്കെ എന്താ പറയുന്നത്, ഒരു ജേട്ടനെ പോലല്ല, നമുക്കൊരു നമ്മളെ കുടുംബത്തിലെ ഒരാളെ പോലെ എപ്പോഴും നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയൊക്കെ നമുക്ക് എപ്പോൾ തിരുത്തരും. ഈ ഇടക്കാലങ്ങളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനീഷ് അതല്ല എന്ന് എടുത്ത് പറയേണ്ട ഒരു മനസ്സുള്ള ആൾക്കാരാണ് ഈ ശ്രീമാനാണ് രായൻ സാർ. കഴിഞ്ഞ ഒരു ട്രിപ്പ് ഈ ഇടയ്ക്കിടയ്ക്ക് പൊന്മുടി ഞാൻ വരാറുണ്ട്. കാരണം രായണ ലീവ് ഉള്ളപ്പോഴോ വിഷ്ണു ലീവ് ഉള്ളപ്പോഴൊക്കെ പൊന്മുടി വരികയും, കാരണം ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് രായണ്ണയും വിഷ്ണുവിൻ്റെയൊക്കെ അവരുടെ ഇടപെടലാണ്. കാരണം നമുക്കൊന്നും അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ട, ഓരോരുത്തരും പരിശോധിക്കണം. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ വിഷ്ണു ഒരു ദിവസം ഇവിടുത്തെ ആൾക്കാർ, ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്, നല്ല രീതിയിൽ പെരുമാറണം, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല എന്ന് പറയുമ്പോൾ അവരുമായിട്ടുള്ള ഒരു ആത്മബന്ധം ശരിക്കും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മളടുത്ത് അവർ വളരെ ബഹുമാനത്തോടെയും ആ സ്നേഹം, അത് രായണൻ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ വിഷ്ണു കൊടുത്തിട്ടുള്ള ആ സ്നേഹം നമുക്ക് പലപ്പോഴായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കാരണം അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ ഇവരൊക്കെ പോകുമ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലത്തെ യാത്രയിൽ നമുക്ക് നമ്മളൊപ്പം നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു സ്നേഹം കൊണ്ട് മാത്രം പെരുമാറിയിട്ടുള്ള പലരും വിട്ടുപോകുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം അതൊക്കെ അനുഭവിച്ചു. കാരണം അവർ പുറത്ത് കാണുമ്പോൾ പിന്നെ അവർക്ക് നമ്മൾ സർവീസിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവരെ ഒപ്പം നിൽക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കാരണം നമുക്ക് ഈ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഡ്യൂട്ടിയൊക്കെ ഫിനിഷ് ചെയ്ത് റാക്കിൽ ഫിനിഷ് ചെയ്ത് ഇറങ്ങുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. കുറച്ചൊക്കെ അറിയാം. അപ്പോഴൊക്കെ നമ്മളെ അവിടെ ഇരുന്നു കൊണ്ട് തമാശകൾ ഓരോ ട്രിപ്പിലും
അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പുകളിൽ സംഭവിച്ചിട്ടുള്ള ഓരോരോ അനുഭവങ്ങളൊക്കെ വളരെ രസകരമായി, അല്ലെങ്കിൽ നമുക്ക് അത് ഓരോ പാഠങ്ങളാണ്. കാരണം നമ്മൾ ഇന്ന രീതിയിലാണ് നമ്മളെ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ എന്തെന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ വരുന്നു, കാശടയ്ക്കുന്നു, പെട്ടെന്ന് പോകുന്നു. പക്ഷേ എങ്കിലും രായനെ സംബന്ധിച്ച് ഇപ്പോഴും അവിടെ വരുമ്പോൾ ഒരു എന്ത് പറയുന്ന ഒരു ഓറ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. കാരണം ഒരു രസകരമായ രീതിയിൽ ചിരിച്ച് നമ്മൾക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ഇപ്പോഴും ഒരു എനർജി കിട്ടുന്ന ഒരു തരത്തിലേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ശ്രീമാരൻ ഈ ഇടയ്ക്ക് അല്പം ഡ്യൂട്ടികൾ എണ്ണം കുറച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന സമയം വളരെ കുറവാണ്. പക്ഷേ അല്ലേ, കുറവാണ്. പക്ഷേ അത് വലിയൊരു നമുക്കൊരു എന്താ പറയുക ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട് സത്യം പറഞ്ഞു. അത് ശ്രീമാരൻ കുറച്ച് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ ആ ഒരു മാറ്റി നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ, അതായത് സർവീസിൽ നിന്ന് പോകുന്നുള്ളൂ, നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഇമ്പാലായിട്ട് എന്തായിട്ട് എങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ കലാമേടം ഇപ്പോഴും നമ്മൾ പറയില്ലേ, ആ ഒരു ചിരിയോടുകൂടി നമ്മൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ സ്നേഹത്തോടുകൂടി നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു അമ്മയുടെ സ്നേഹമൊക്കെ, അത് പോയിട്ടുപോകുന്നതല്ല, ഒരു അമ്മയുടെ സ്നേഹം പോലെ തന്നെയാണ് നമ്മളുടെ ഒരു കരുതലോട് കൂടിയൊക്കെ നമ്മളടുത്ത് പെരുമാറുന്നുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കുന്ന, എപ്പോഴും മനസ്സുകളിലൊക്കെ നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇവർക്ക് 3 പേർക്കും. അതുകൂടാതെ നമ്മൾ ഇവിടെ വിട്ടുപോകുന്ന മറ്റു പലരും ഉണ്ട്. അവർ കൂടി KSRTC CA2-ൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിച്ചുള്ളൂ. ഇവർക്ക് ആരോഗ്യവും ഇനിയുള്ള കാലത്തിൽ ഒരു രണ്ടാമത്തെ ഒരു ലൈഫ് ഇവർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പൊന്മുടി യാത്രയുടെ കാരണഭൂതൻ എന്ന് പറയപ്പെടുന്ന നമ്മുടെ രായൻ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ 8 പേര് നമ്മുടെ ഡിപ്പോയിൽ നിന്ന് റിട്ടയർഡാവും. അതിൽ 2 പേര് കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ പൊതുവെ നിങ്ങളെല്ലാവരെയും നോക്കുമ്പോൾ ജൂനിയറാണ്. 2022 മുതൽ ഏപ്രിൽ മാസം മുതലാണ് ഞാൻ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ജോലി ചെയ്യുന്നത്. അവിടെ വന്ന് 1.5 വർഷം കഴിഞ്ഞ് നമ്മുടെ ജനറൽ ട്രാൻസ്ഫറിൽ നെടുങ്കണ്ടത്തോട്ട് പോയി. അവിടെ 1.25 വർഷം കഴിഞ്ഞ് തിരിച്ച് വന്നു. 1 വർഷം ആവുന്നേ. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ രായൻ സാറിനെയും ശ്രീകുമാർ സാറിനെയൊക്കെ പരിചയപ്പെടുന്നത്. പക്ഷേ കലാമേടത്ത് ഞാൻ പാറശാല ഡിപ്പോയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മേഡത്തെ എനിക്കറിയാം. നമ്മൾ തമ്മിൽ അങ്ങനെ പരിചയപ്പെടേണ്ട സാഹചര്യമൊന്നും ഉണ്ടായില്ല. ഈ മേഡത്തെ തന്നെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടത് ഈ അടുത്ത കാലത്ത് നമ്മുടെ PTC ട്രിപ്പിൽ നമ്മുടെ തിരുവേരാണിക്കുളം പോയ സമയത്താണ് കൂടുതലായിട്ട് ഇടപെടാൻ കഴിഞ്ഞത്. അതിനുശേഷം 1-2 ട്രിപ്പുകളിൽ എൻ്റെ കൂടെ ട്രിപ്പിലുണ്ടായിരുന്നു മേഡം. ഇപ്പോൾ രാജസാറ് എന്ന് പറയുമ്പോൾ ഞാൻ നെയ്യാറ്റിൻകരയിൽ വന്ന സമയത്ത് ഷെഡ്യൂളില്ല. അപ്പോൾ ഒരു ദിവസം 1-2 ഡ്യൂട്ടിയാണ് ഞാൻ ഓടിയത്. ഒരു ദിവസം രാത്രി വിളിക്കുന്നു, സാറിന് എന്തോ അത്യാവശ്യം, പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഇതുപോലെ ചെയ്തൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഡ്യൂട്ടി ഒന്ന് പോകണം. എനിക്ക് യാതൊരു പിടുത്തമില്ല. നെയ്യാറ്റിൻകര ട്രിപ്പുകൾ ഞാൻ വന്നതേ ഉള്ളൂ. പാറശാല നമ്മുടെ NH ആണ്, ഇതെല്ലാം ബൈ റൂട്ടാണ്. അപ്പോൾ സാറ് തന്നെ എനിക്ക് ഫോൺ വഴി എല്ലാ ഫെയർ സ്റ്റേജും എല്ലാം പറഞ്ഞു തന്ന് ഇന്ന രീതിയിൽ സർവീസ് നടത്തി. അങ്ങനെ രാജൻ എന്ന പേര് ഞാൻ കേട്ടു. പക്ഷേ ആളെ എനിക്ക് പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ആളെ നേരിട്ട് കണ്ടത്, രാജൻ മനസ്സിലായത്. പിന്നെ ശ്രീകുമാർ സാറ് ഇങ്ങനെ ഈ പറയുന്ന ഓല ശ്രീകുമാർ എന്ന് ഇങ്ങനെ അറിയപ്പെട്ട് ഓലത്താൻ നിന്നാണ്. അതിൽ ഓയിൽ എങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിനെ പിന്നെ പത്തനംതിട്ട പോയപ്പോഴാണ് സാറ് ഞാൻ നെടുങ്കണ്ട ഓടുന്ന സമയത്ത് പത്തനംതിട്ട വെച്ച് മിക്കവാറും അവിടെ സ്റ്റേഷൻ മാസ്റ്റർ എൻക്വയറി ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സാറ്. ആ സമയത്ത് കൂടുതൽ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൽ നമ്മളിപ്പം രാജൻ സാറിന് ഈ ട്രിപ്പിൽ നൽകുന്ന ഒരു അംഗീകാരം, ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ സ്കൂളിലെ ആൾക്കാർ, മറ്റ് എല്ലാ വകുപ്പിലെ ആൾക്കാരും നല്ല ഒരു സ്നേഹം നൽകുന്നു, അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നു എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അംഗീകാരമാണെന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം ഞാൻ നേരത്തെ നെടുങ്കണ്ടത്തായിരുന്ന സമയത്ത് അവിടെ ഞാൻ ഒരു ഷെഡ്യൂളാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു 1.5 മാസം കഴിഞ്ഞ് ഷെഡ്യൂൾ വിളിച്ച് ഒരു ഓപ്ഷൻ വാങ്ങി 2 ഓപ്ഷന് ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ട്രാൻസ്ഫർ വന്നത്. അവിടുന്ന് ട്രാൻസ്ഫറായി വന്ന സമയത്ത് ആ ഡ്യൂട്ടിയിൽ സ്ഥിരമായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പിലെല്ലാം സർക്കാർ ജീവനക്കാരായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫറായി വരുന്ന സമയത്ത് ബസ്സിൻ്റെ മുഴുവൻ ആൾക്കാരും പേഴ്സണലായിട്ടും ഒത്തിരി ഉപഹാരങ്ങളും ഒത്തിരി സ്നേഹപ്രകടനങ്ങളൊക്കെ എനിക്കുണ്ടായി. അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കണ്ടു. അതിനേക്കാളും വെറുതെ ഇപ്പോൾ ഈ പറയുന്ന വേറെ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുന്നു. നമ്മുടെ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും സ്നേഹത്തോടെ, ഞാൻ മനസ്സിലായ സാറ് എപ്പോഴും എന്താണ് സാറിൻ്റെ ഭാര്യ പറഞ്ഞ പോലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ജോലി സ്ഥലത്തുള്ള നമ്മളെ ഉദ്യോഗസ്ഥർക്ക് എല്ലാം വേണ്ടപ്പെട്ട ഒരു സ്നേഹനിധിയായ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ
കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഇന്നത്തെ ട്രിപ്പ് സത്യം പറഞ്ഞ് വരാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പം ദീപ മാഡം വിളിച്ച് എൻ്റെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഞാൻ പിന്നെയാണ് പൈസ അടച്ചത്. അപ്പോൾ വരണമെന്ന് പറഞ്ഞപ്പോൾ സാറും പറഞ്ഞു. അപ്പോൾ ഈ BTC ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ബസ്സിൽ വരുന്ന എല്ലാവർക്കും നെയ്യാറ്റിൻകര വലിയ കാര്യമാണ്. അതിന് പ്രധാന കാരണം ഇതിന് മുമ്പേ പോയവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പോകുന്ന സമയത്ത് രഞ്ജിത് സാറിനെ കുറിച്ച് ഒത്തിരി ആൾക്കാർ വളരെ നല്ല അഭിപ്രായം, സാറിപ്പോൾ എവിടെയാണ്, അപ്പോൾ ഞാൻ ഇതുപോലെയാണ്, സാറിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററാണ്, അങ്ങനെ പറഞ്ഞു. അതേപോലെ നമ്മളെ സജി സാറിനെ കുറിച്ചും പ്രശാന്ത് സാറിനെ കുറിച്ചും നമ്മളെ ജിജോ സാറ് അവരെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യേശുദാസ് സാർ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ നെയ്യാറ്റിൻകര ഡിപ്പോ എന്നതിൻ്റെ പേര് കാക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ആ പെർഫോമൻസിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമുക്കും ആ ഒരു സ്നേഹവും കരുതലും BTCയിലെ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഇപ്പം ഒരു ട്രിപ്പ് പോയ സമയത്താണ് ആദ്യമായിട്ട് നെയ്യാറ്റിൻകരയാണ് BTC സ്റ്റാർട്ട് ചെയ്തത് എന്ന രീതിയിൽ ഒരു ഫെബ്രുവരി 2022 ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഒരു യാത്രക്കാരി നമ്മുടെ BTC ഗ്രൂപ്പിലുള്ള ഗീത കഴക്കൂട്ടത്തുള്ള ഗീത എന്ന് പറയുന്ന മാഡം പറഞ്ഞപ്പോഴാണ് എനിക്കും അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവർ അങ്ങനെയുള്ള പഴയ ഞാൻ ആദ്യമായിട്ട് പോയത് ഒക്ടോബർ 17 മൂകാംബിക ട്രിപ്പാണ്. ആ യാത്രയ്ക്കകത്തോട്ട് പോയി കയറിയപ്പോഴത്തേക്ക് ഞാൻ പടം അന്താളിച്ചു. അതിനകത്തുള്ള യാത്രക്കാരുടെ 40-50 യാത്ര ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന 1-2 സാറ്, പിന്നെ സജീവ് സാറ് ഒക്കെ നമ്മളെ സഹായിച്ചു. അതിങ്ങനെ ഒരു കോർഡിനേറ്റർ എങ്ങനെ പെരുമാറണം എന്ന രീതിയിലൊക്കെ പഠിക്കുക. ഞാൻ ഇന്നും ഒരു BTC ട്രിപ്പ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പല കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പലതും ചെയ്ത് കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നെപ്പറ്റി പറയുകയില്ല. ഇപ്പം നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നല്ല ഇപ്പം നമ്മുടെ ATO തന്നെ എന്നോട് പറഞ്ഞു, മറ്റെല്ലാ ഡിപ്പോയേക്കാളും വ്യത്യസ്തമായിട്ട് ഇവിടെ യൂണിയൻ ഭേദമന്യേ എല്ലാവരും ഒരു ഐക്യമുണ്ട്, പരസ്പരം ഒരു പാര വയ്ക്കുന്ന അങ്ങനെ സ്വഭാവമില്ലാതെ ഒരു ഐക്യം നെയ്യാറ്റിൻകര ഡിപ്പോയിൽ ഉണ്ട് എന്ന് ATO ഒരു അവസരം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു ഡിപ്പോയിൽ നമ്മളാണ് സംരക്ഷിക്കുന്നത്. ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു 100-500ഓളം വരുന്ന ജീവനക്കാരാണ് ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നത്. യാതൊരു ഭേദവ്യത്യാസവും ഇല്ലാതെ നമ്മളെല്ലാവരും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ പോലെ ഒക്കെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു യാത്ര സംഘടിപ്പിക്കാനും. കുറച്ച് ആൾക്കാർ വരാമെന്ന് പറഞ്ഞ് വന്നില്ല, കുറച്ച് പേര് എന്തായാലും കൊള്ളാം. യാത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു യാത്രയായിരുന്നു. കളികളും ഒക്കെ. അപ്പം നമ്മുടെ ഉറങ്ങയാണ്. അപ്പോൾ വേറൊന്നുമില്ല. എന്തായാലും നമ്മുടെ കലാ മാഡം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല സ്നേഹത്തോടെ തന്നെ ഞാൻ അടുത്ത ഇടപെടിയത് തൊട്ട് നല്ല ഒരു സ്നേഹത്തോടെ, നേരത്തെ അനീഷ് സാർ പറഞ്ഞ പോലെ ഒരു അമ്മയുടെ കരുതൽ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എൻ്റെ ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു സഹോദരി നല്ല രീതിയിൽ ഇടപെടുന്ന പോലെ തന്നെയാണ് ഇടപെടുകിയത്. രാജൻ സാറ്, ശ്രീകുമാർ സാറിനോട് തമാശ പറയും. രാജൻ സാറിനോട് അങ്ങനെ തമാശ പറയാറില്ല. ആ ഒരു അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല, അങ്ങനെ സ്നേഹമാണ്. അങ്ങനത്തെ ഒരു ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങളാണല്ലോ ഓരോ ആൾക്കാരായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ എംപ്ലോയീസ് സംഘിൻ്റെ പേരിൽ ഈ 3 പേർക്കും എല്ലാവിധ അനുഗ്രഹവും ആശീർവാദവും ഭഗവാൻ നൽകണം. ഇനിയും അവരുടെ കുടുംബജീവിതം അവരുടെ മക്കളോടൊപ്പം ഒക്കെ നല്ല രീതിയിൽ കുറച്ച് അധികം കാലം നിലനിൽക്കട്ടെ. എല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഈ 3 പേരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സംഘടനയുടെ എല്ലാവിധ ആശംസകളും 3 പേർക്കും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിച്ചത് രഞ്ജിത്താണ്. രാജസാർ പറഞ്ഞിട്ടാണ് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത്. ഒരു സന്തോഷകരമായ ട്രിപ്പ് എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം തരുമെന്നൊന്നും വിചാരിച്ചില്ല. അത് രാജസാറിൻ്റെ കെയർ ഓഫിൽ എനിക്ക് കിട്ടിയതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാറിന് ഒരാൾ സർവീസിൽ വന്നാൽ അയാൾ റിട്ടയർ ആകുമ്പോൾ ഒരു സെൻഡ് ഓഫ്, അത് നമ്മളെ ഒരു ചടങ്ങാണ്. ആരും റിട്ടയർ എങ്ങനെയുള്ള ആൾ റിട്ടയർ ചെയ്താലും നമ്മളന്ന് കുറേ പൊക്കി പറയും. നമ്മളെ റിട്ടയർമെൻറ്റിന് ഒരു സെൻഡ് ഓഫ് ഒക്കെ കൊടുത്തു വിടും, സന്തോഷമായിട്ട് പറഞ്ഞു വിടും. പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് ഈ കിട്ടുന്നത് അങ്ങനെ വ്യക്തിത്വത്തിൻ്റെ ഒരു അംഗീകാരം. എൻ്റെ കൂട്ടത്തിൽ ഈ മുല്ലപ്പൂവിൻ്റെ കൂടെ ചേരുമ്പോൾ നമുക്കും കിട്ടും സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഈ അംഗീകാരം. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട സാറിൻ്റെ അടുത്താണ്, പിന്നെ ഭഗവാന്റെ അടുത്തും, എല്ലായിടത്തും വലിയ സന്തോഷത്തോടെ നന്ദി പറയുന്നു. ഈ 31-ാം തീയതി നമ്മൾ ഈ സർവീസിൽ നിന്ന് നമ്മൾ 3 പേരും പോയാണ്. നിങ്ങൾ ഭാവിയിൽ അതിലൊക്കെ പോവും. രാജ് സാറ് പറഞ്ഞാൽ
അല്ല അങ്ങനെയല്ല, ഈ പഴയ പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവിൽ ഇരിക്കുന്നത്. അപ്പോൾ രാജേഷ് സാറ് പറഞ്ഞ പോലെ ഇത് അടുത്ത സാറ് ചിലപ്പോൾ ഇനി അടുത്ത് സാറ് പറഞ്ഞാൽ പോകണില്ലേ ഇന്ന് പോകില്ല പോലെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും പോയാൽ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ തന്ന സ്നേഹാദരവിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഈ KSRTCയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം കണ്ടക്ടർക്കും ഡ്രൈവർമാർക്കും എല്ലാം ഭയങ്കര ഈ ആളുകളിൽ നിന്നൊക്കെ വളരെ മോശമായിട്ടുള്ള ഇടപെടലുണ്ടാകും, തെറിവിളി കേൾക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വെറുതെ ആണെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള സർവീസിനാണ്. ഞാൻ കുറേ കാലം ഡെയിലി ആയിട്ട് ജോലി ചെയ്തു, 10-16 വർഷമായാലും പെർമനൻ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇന്ന് വരെ തോന്നുന്നത് ഞാൻ ഈ ജോലി ഇന്നേ വരെ ഈ സർവീസ് തീരുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ഈ സർവീസിന് ഇറങ്ങി പോകുന്നത്. എനിക്ക് ഉറപ്പായിട്ടും കാരണം എനിക്ക് ഇന്നേ വരെ സത്യസന്ധമായിട്ട് പറയണം, ഒരു മനുഷ്യൻ്റെ ഇന്ന് പോലും മോശമായിട്ട് അല്ല അങ്ങനെ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അത് നമ്മൾ പറയണം, പണ്ട് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ആ യാത്രക്കാരുടെ നമ്മളെങ്ങനെ ഇടപെടണം. നമ്മൾ കണ്ടക്ടർമാരായ വണ്ടിക്കകത്ത് ജോലി ചെയ്യുന്നവരാണ് പല ആൾക്കാരും അറിയാമല്ലോ. യാത്രക്കാർ വണ്ടിക്കകത്ത് വന്ന് കാരണവനൊക്കെ എല്ലാം ഒരേ സ്വഭാവക്കാരനായിരിക്കും. ഒരുത്തൻ വീട്ടിൽ നിന്ന് വൈഫിൻ്റെ അവിടെ ഉറക്കിയിട്ട് വന്നവർക്ക്, അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയിരുന്ന ടീച്ചറിൻ്റെ അവിടെ ചെല്ലും ഫീസ് കൊടുക്കണതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് വണ്ടിക്കകത്ത് വന്നു. ഞാൻ എൻ്റെ സത്യസന്ധമായിട്ട് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയുന്നത് 100%. അപ്പം ഞാൻ ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ ഇന്ന് ഞാൻ ഒരു മോശമായിട്ട് ഒരുത്ത് എൻ്റെ നമ്മൾ യാത്രക്കാരുടെ നമ്മൾ പിന്നെ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യാത്രക്കാരുടെ എങ്ങനെ പെരുമാറും. അതാണ് പ്രത്യേകിച്ച് കണ്ടക്ടർമാർ. ഡ്രൈവർ ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഓടിക്കുന്നവരാണ്. കണ്ടക്ടർമാർക്കാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരിൽ നിന്ന് അങ്ങനെ ഉണ്ടാവേണ്ടത്. എനിക്കിതുവരെ എൻ്റെ അനുഭവത്തിലേ ഉണ്ടല്ലോ, പലരും എൻ്റെ വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ ബെല്ലൊക്കെ അടിച്ച് ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ കൊണ്ടൊക്കെ വീണിട്ടുണ്ട്. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടിലാണെങ്കിൽ അവർ നമ്മൾ ഓടി വന്ന് തല്ലാൻ പറയണം പെട്ടെന്ന് ഇയാളാണ് അങ്ങനെ വിട്ടിട്ട് പോയിട്ടുണ്ട്. മനസ്സിലായില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. കണ്ടക്ടർ എന്നുള്ള ജോലി ചെയ്തുകൊണ്ടിരുന്നില്ല എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ല. അപ്പം അത് എനിക്ക് പറയാനുള്ളത്, നമ്മളെങ്ങനെ ആൾക്കാരുടെ ഇടപെടുന്നു അതേപോലെ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പിന്നെ ഈ സർവീസിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് അതേപോലെ ഈ റിപ്പോർട്ടുകൾ നമ്മൾ ഇൻസ്പെക്ടർമാർ കയറിയിട്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഓവർ റൈഡിങ് ഒരിക്കൽ ഞാൻ ഇവിടെ നിന്ന് നെടുങ്കണ്ടം പണ്ട് നമുക്കൊരു സർവീസ് ഉണ്ടായിരുന്നപ്പോഴത്ത് ഒരു യാത്രക്കാരൻ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങേണ്ട ആൾ അടൂരെത്തിയിട്ട് ഇറങ്ങില്ല. എൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു, ശബരിമല സീസൺ ടൈമാണ്. അല്ലാതെ ഇന്നേ ഒരു ഇൻസ്പെക്ടർമാർ ഒരു റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു രാജൻ സാറിൻ്റെ കെയർ ഓഫിൻ്റെ ആണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതെങ്കിൽ നമുക്കും കലാമേഡം പറഞ്ഞാലും നമുക്ക് ഇതിനകത്ത് അംഗീകാരം നമുക്ക് കിട്ടാനിട. ഇനിയിപ്പോൾ 30-ാം തീയതി നിങ്ങളെല്ലാവരും നമ്മൾ നടത്തുന്ന ഫംഗ്ഷനിൽ എത്തിച്ചേരണം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ തന്ന ഈ വലിയ ഉപകാരത്തിനും നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. ദീർഘിപ്പിക്കുന്നില്ല. കാരണം 5 മണിക്ക് അവർ പുറപ്പെടും ഇവിടെ അടച്ചിട്ട്. അപ്പോൾ ആ സമയം നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ 4:22 ഞാൻ നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് എൻ്റെ കുടുംബാംഗങ്ങളെ എന്ന് വിളിച്ച വ്യക്തിത്വങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ സംഘടനാപരമായിട്ടും മേലുദ്യോഗസ്ഥരായിട്ടും നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയായിട്ടും പൊന്മുടി കൂട്ടായ്മയായിട്ടും വിവിധ യൂണിയനായിട്ടും അതുപോലെ തന്നെ BTC ആയിട്ടും വന്ന മുഴുവൻ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഇത് ഉണ്ടാവാനുള്ള കാര്യം, കാരണം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറുപടിയാണ് ഈ കിട്ടുന്നത്. അത് ഒരു ബസ് സർവീസ് തുടങ്ങുമ്പോൾ അതിൽ ഞാൻ മാത്രം ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു വളയം പിടിക്കുന്ന ഒരാളാണ്. ആ വളയം പിടിക്കുന്ന ആളും എന്നോടൊപ്പം അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ അടുത്തൊപ്പം ഒരുമിച്ച് പോയാൽ മാത്രമേ നമ്മുടെ ഈ ലൈനിലുള്ള കാര്യങ്ങൾ കൃത്യത വരുള്ളൂ. അല്ലാതെ ഞാനൊരു കാര്യം കറക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഡ്രൈവർ അല്ലെങ്കിൽ എൻ്റെ സാരഥി മറ്റൊരു രീതിയിലേക്കാണ് പോകണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തകരും. പിന്നെ നമ്മൾ അതങ്ങ് മാറും, നമ്മുടെ ടേംസ് അങ്ങ് മാറിയിട്ട് എങ്ങനെയെങ്കിലും ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാവും. പക്ഷേ അതിനുപരി എൻ്റെ സാരഥിയായ സുരേഷ് കുമാർ സാർ ഞാൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ്, സുരേഷ് സാർ എന്താണോ പറയുന്നത് അത് തന്നെയാണ്. ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ റൂട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യത വരുന്നത്. അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി മാറുന്നു. ഉപകാരപ്രദമെന്ന് പറയുമ്പോൾ ഈ ബൈ റൂട്ടിൽ വരുന്ന ഈ വണ്ടിയുടെ സമയം, നമ്മുടെ ഓരോ കൃത്യനിഷ്ഠത, അവരോട്ടുള്ള പെരുമാറ്റം, ഓരോ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ആവുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഇതേ രീതി തന്നെയാണ് ഞങ്ങൾക്കുപരി മറു ടേണായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന
ബഹുമാനപ്പെട്ട ചന്ദ്രസാറും നമ്മുടെ വിഷ്ണുചന്ദ്രനും നമ്മുടെ അനുകരിച്ച് അതേ രീതിയിൽ വരുന്നത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോഴും ഇതേ രീതിയിൽ പൊന്മുടി നെയ്യാറ്റിൻകര ട്രിപ്പ് നിലനിർത്തി നല്ലൊരു പേരിൽ തന്നെ നിലനിർത്തണമെന്നുള്ളത്. ഉദാഹരണം, ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 സർവീസ് വരുന്നുവെങ്കിലും മറ്റ് പല ഡിപ്പോകളിൽ നിന്നും 7 8 സർവീസുണ്ട്. അതിൽ ആരൊക്കെയാണ് വരുന്നതെന്ന്, ആരൊക്കെയാണ് ഡ്രൈവർ, കണ്ടക്ടർ എന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് അപൂർവം ചിലർക്ക് മാത്രമേ അറിയാവൂ, മറ്റുള്ളവർക്ക് അറിയില്ല. അതേപക്ഷം നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന ഈ KSRTC ഡ്രൈവറും കണ്ടക്ടറും എന്ന് പറയുന്ന 4 പേരും അത്യാവശ്യം വരുന്നവരും ഇവിടെ ഉള്ള ഏത് ആൾക്കാർക്കും വ്യക്തിത്വത്തോടു കൂടി ഇന്നാരാണെന്ന് പറയാൻ പറ്റും. ഇവിടെ വന്ന് നമ്മൾ ആരുടെ ചോദിച്ചിരുന്നാലും നെയ്യാറ്റിൻകര ഇന്നാരാണെങ്കിൽ അത് അവർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്ന ഇതെല്ലാം ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് അറിയുന്നത്. ഒരു KSRTC ഒരു കണ്ടക്ടർക്ക് വേണ്ടി ഒരു യൂണിറ്റിലുള്ള യൂണിയൻ ഭേദമന്യേ വലിപ്പച്ചെറുപ്പമന്യേ, അതായത് സ്ഥാനക്കയറ്റം ഒന്നും നോക്കാതെ, അതായത് വാട്സപ്പ് ഗ്രൂപ്പായിട്ടും, അതായത് യാത്രയിൽ മുമ്പ് ഓടിയിട്ടുള്ള യാത്രകളിൽ നിന്നുമുള്ള യാത്രക്കാരിൽ നിന്നും ഇങ്ങനെ ഒരു സഹകരണത്തോടു കൂടിയുള്ള ഒരു സ്നേഹ ആദരവ് തരുന്നത് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കരുതുന്നത്. കാരണം എത്ര പേര് പെൻഷനായി പോകുന്നു ആരും അറിയുന്നില്ല. എത്ര പേര് നമ്മൾ കാര്യങ്ങൾ നടത്തി പെൻഷൻ്റെ രീതിയിൽ പോകുന്നുവെങ്കിലും ഇത്രയും ഇങ്ങനെയുള്ള ഒരു ആകാംക്ഷകരമായ ഒരു സ്വീകരണം നിങ്ങൾ തന്നതിൽ ഞാൻ അങ്ങേയറ്റം നിങ്ങൾ എല്ലാവരുടെ അടുത്തും എനിക്ക് വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്, നന്ദിയുണ്ട്. ഇതിന് ചുക്കാൻ വലിച്ച നമ്മുടെ ഈ യാത്രയിൽ തന്നെ രാജേട്ടൻ എന്നാണ് പറഞ്ഞത്. രാജേട്ടൻ്റെ പൊന്മുടി യാത്ര സത്യം പറഞ്ഞാൽ എന്നും ഞാൻ വാട്സപ്പ് നോക്കും, എൻ്റെ വൈഫിനെ കാണിക്കും, എൻ്റെ മക്കളെ കാണിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മക്കളും ഭയങ്കര ചിരിയാണ്, എൻ്റെ വൈഫും ഭയങ്കര ചിരിയാണ്. ഇതെന്താണ് ഇങ്ങനെ എല്ലാ കാരണം. അപ്പം നമ്മളിങ്ങനെ സന്തോഷിക്കുകയാണ്. കാരണം ഒരു കണ്ടക്ടർക്ക് വേണ്ടിയാണല്ലോ ഇത്രയും പേര് ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇങ്ങനെ രാജേട്ടൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ അരിയമ്മടോ ആരോ പറഞ്ഞു രാജേട്ടൻ്റെ യാത്ര എന്ന് കണ്ടപ്പോഴാണ് നമുക്ക് ആകാംക്ഷയോടുകൂടി അതെന്തോ ആണ് പൊന്മുടിയിലെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹോഷ്മളമായ ആ സ്വീകരണം ഏറ്റുവാങ്ങി ഇത് രാജേട്ടൻ്റെ യാത്ര എന്നുള്ളതിനുപരി നമ്മളിപ്പോൾ 8 പേര് ഈ നമ്മുടെ ഇന്നത്തെ KSRTC നെയ്യാറ്റിൻകര യൂണിറ്റിൽ നിന്നും സർവീസിൽ നിന്നും വിരമിക്കുന്നു. അതിൽ 3 പേര് ഞങ്ങൾ ഇതിനകത്തുണ്ട്. ഈ 3 പേരുടെയും കൂടി യാത്രയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമ്മളവിടെ യാതൊരു വേർതിരിവുമില്ല. നിങ്ങൾ തന്ന സ്വീകരണങ്ങളെല്ലാം നമുക്ക് 3 പേർക്കും ഉള്ളതാണ്. നിങ്ങൾ 3 പേരും, അതായത് മറ്റുള്ളവർ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം അറിയാമെന്നുള്ളത്, ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ലാസ്റ്റിൽ 2 3 വണ്ടിക്കുള്ള വാഹനത്തിൻ്റെ ആൾക്കാർ വരെ ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അന്നേരം നമുക്ക് ഇവിടുത്തെ യാത്രയും കാര്യങ്ങളും നമുക്കറിയാം. അതുകൊണ്ടാണ് പരമാവധി ആദ്യാദ്യം തരുന്ന ഈ ഉൾപ്പെടുന്ന ഇത്ര പേര് എന്ന് പറഞ്ഞ് കറക്റ്റ് 40 സീറ്റിൽ ഈ വാഹനത്തിൻ്റെ യാത്ര നമ്മൾ തയ്യാറെടുത്തൊരു BTC ട്രിപ്പ് പോലെയായിരുന്നു. എന്തായാലും ഇന്നത്തെ രാവിലെ തൊട്ടുള്ള യാത്ര വെച്ച് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. നമ്മൾ കോട്ടൂർ ചെന്നപ്പം ആ മഴയാണെങ്കിൽ പോലും വണ്ടിക്കകത്ത് ഒരു 10 മിനിറ്റ് പോലും ആരും വിശ്രമിച്ചല്ലെങ്കിൽ ഉറങ്ങുകയോ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയോ ഒന്നും ഉണ്ടാവാതെ ഈ നിമിഷം വരെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഒരു വിനോദയാത്രയെക്കാളും അപ്പുറമുള്ള ഒരു യാത്രയാക്കി മാറ്റിയതിൽ അതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ നമ്മളെ ശ്രീകുമാർ സാറ് അവരെല്ലാവരും പറഞ്ഞു നമ്മളെ യൂണിറ്റിൽ എപ്പോഴും കളിയും തമാശയും പറയും എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ ഈ ജോലി ഭാരമായിട്ട് വന്നു കയറിയാൽ ജോലി ഭാരമായിട്ട് നമ്മൾ കാണല്ലേ. നമ്മൾ എപ്പോഴും കയറി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വൈകുന്നേരം ഇത്ര മണിക്കേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ആ നേരം വരെ നമ്മൾ ജോലിയല്ല എന്തോ വരട്ട് വന്നിരുന്നാൽ നമ്മൾ സഹിച്ച് അതടുത്തായിട്ട് പോവുക എന്നുള്ളതാണ്. അതിന് ഉദാഹരണം നമ്മുടെ ഡിപ്പോയിൽ എല്ലാവർക്കും അറിയാം ശ്രീകണ്ഠ സാറ്, ഒരു ചെറിയൊരു കഥയാണ്. ശ്രീകണ്ഠൻ നായരല്ലേ സാറ്, അവിടെ ആർക്കും ഒരു കാര്യത്തിനും വകവെച്ച് കൊടുക്കില്ല, ഒരു അയവുമില്ല. പേപ്പറുകളെല്ലാം വളരെ കണ്ടിന്യൂ ആയിട്ടാണ് ഓരോരുത്തരെയും ഡ്യൂട്ടിക്ക് വിടുന്നത്. ഇപ്പോൾ ഒരു 2 മണിക്കൂർ താമസിക്കുകയാണെങ്കിൽ സാറടുത്ത് ഡയറക്ഷൻ തരുമ്പോൾ 3 മണിക്കൂർ കൂടെ കൂടി തരും. അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ പൊന്മുടി ബസ് വണ്ടി വീടിയായപ്പോൾ സുരേഷ് സാർ ഞാനും കൂടി ചെന്ന് അടുത്ത സാറേ എങ്ങനെ പോകണേ, 1:30 1:50 പോകേണ്ടതാണ്, ഇപ്പോൾ 2:40 2:50 3 മണിയാവണം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, എങ്ങോട്ട് പോകണം? അപ്പം സാറിനും അറിഞ്ഞുകൂടാ കാട്ടാക്കട കഴിഞ്ഞാൽ പൊന്മുടിയിൽ എങ്ങോട്ടാണ് പോകണം, ആ ശ്രീകണ്ഠ സാറിന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ തമാശ വീട്ടിൽ പറഞ്ഞു
സാറേ വിതുര വരെ പോയാൽ മതിയോ, അതാ കല്ലാറ് വരെ പോയാൽ മതിയോ, അതാ ഞാൻ വിതുര വരെയും പോകണം എന്നാണ് എൻ്റെ ചോദ്യം. ശ്രീകണ്ഠ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, സാറേ സമയം ഇത്രയായി ക്ലോക്കിൽ നോക്കിയിട്ട്, ഞാൻ കല്ലാറ് വരെ പോയാൽ മതിയോ അതോ വിതുര വരെ പോകണോ? ശ്രീകണ്ഠ സാറ് നോക്കി, ക്ലോക്കും നോക്കി, വേബിലും നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നീ വിതുര വരെയും പോ. തമാശയാണ് അവിടെ. അപ്പം എൻ്റെ അടുത്ത് സുരേഷ് സാറ് കുറിക്കത്തട്ടയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സാറൊരു കാര്യം ചെയ്യണം, അത് എഴുതി തരണം. അപ്പോൾ ഞാൻ എഴുതണ്ട, നീ കുഴപ്പമില്ല. ഞാനില്ല, സാർ എഴുതി തരണം. എഴുതാൻ തോന്നി. എഴുതാൻ നിന്നപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, സാർ അങ്ങനെ സാർ വിതുര വരെ പോയാലേ വൈകുന്നേരം ലാസ്റ്റിലത്തെ പൂവാറാര് പോവും, അത് നീ പോണ്ട. അപ്പം ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പോൾ സുരേഷ് സാറിൻ്റെ കുറുക്കിൽ തട്ടയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പൂവാറാര് പോവും, അത് നീ പോണ്ട. ഞാൻ പറഞ്ഞു, സാറ് 4 മണിക്ക് പോവും, 4 മണിക്ക് ശേഷം വേറെ ആളാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ സാറ് അതും ഞാൻ എഴുതി തരാം. അപ്പോൾ എഴുതുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞ് സമ്മതിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. വിതുര വരെ പെയ്യാൻ മതി, കല്ലാറ് വരെയും പോണ്ട, അല്ല പൂവാറും പോണ്ട, എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി സാറേ, സാറിപ്പോൾ ഒരു കാര്യം ചെയ്യണം, കല്ലാറ് വരെ എഴുതണം, വിതുര വരെ പറ്റുമെങ്കിൽ ഞാൻ പോവാം. അതാണ്. അപ്പോൾ ശ്രീകണ്ഠ സാറിന് വിതുര കഴിഞ്ഞിട്ടാണോ കല്ലാറെന്ന് അറിഞ്ഞുകൂടാ. അതായത് കല്ലാറാണ് ആദ്യം ഒന്ന് ശ്രീകണ്ഠ സാർ വിചാരിച്ചു. അത് ഒരു കഥ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സുമനൻ സാറുണ്ട്, എസ് എം ആയിട്ടുണ്ട്. സുമനൻ സാറ് നമ്മൾ എഴുതാൻ സമയം വയ്ക്കാൻ പോകുമ്പോൾ കുനിഞ്ഞിരുന്ന് എഴുതും. ജനലിൽ കൂടി ഒന്ന് ഒരാൾ ചോദിക്കുകയാണ്, സാറേ പൊഴിയൂര് വണ്ടി ഉണ്ടോ? സാറ് നോക്കുന്നില്ല ആരെന്ന്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി, വണ്ടി പൊഴിയൂര് ഉണ്ടല്ലോ. ആ ആൾ ഉണ്ടല്ലോ എന്ന് കേട്ടിട്ട് തിരിഞ്ഞു നോക്കാത്തണ്ട് വീണ്ടും സ്റ്റാൻഡ് കയറിയത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ആൾ എന്നെ രണ്ടാമതും വന്ന് ചോദിക്കണം, സാറേ പൊഴിയൂര് വണ്ടി വന്നില്ലല്ലോ, ഇത്തിക്കൂടി തൂണ് മാറി. അപ്പം വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പിന്നെയും വേറെ ചോദ്യവും ഇല്ല, മറുപടിയില്ല. അടുത്ത് മൂന്നാമത് അവൻ വേറൊരാൾ, സാറേ പൊഴിയൂര് വണ്ടി വന്നില്ലല്ലോ. അയ്യോ, അരമണിക്കൂറായി. നോക്കിയപ്പോൾ പൊഴിയൂര് വണ്ടി അതിലെ കൂടി അടിച്ച് കറക്കി നേരെ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനകത്ത് പൊഴിയൂര് വണ്ടി നമുക്കുണ്ടെന്നുള്ളത് സുമനൻ സാറിന് അറിയാം. ആ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ 20 മിനിറ്റും മാറി. അടുത്ത 10 മിനിറ്റിനകത്ത് വണ്ടി വരികയും ചെയ്തു. ഇതാണ് അവിടെ ഇരിക്കുന്ന സ്റ്റേഷന്മാർ രക്ഷപ്പെടാനുള്ളൊരു മാർഗം. ഇതേപോലെ പല തമാശകളിലൂടെയും നമ്മൾ കളിയും തമാശയും വരുമ്പോൾ മാത്രമേ നമ്മൾ ആ ജോലി ഭാരം കുറയൂ. അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും ഈ ടെൻഷൻ വെച്ച് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ യാത്രക്കാരുടെ അടുത്ത് എന്നും അടിക്കും വഴക്കിനേ നേരമുള്ളൂ. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞങ്ങളുടെ ഇവിടുത്തെ സമയം കൂടുന്നുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു സ്വീകരണം നിങ്ങളുടെ മനസ്സിൽ എല്ലാവരും കൂടി ചേർന്ന് തന്നതിൽ ഞാൻ അങ്ങേറ്റ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് എന്നുള്ളത് നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയുന്നു. ഞങ്ങൾ 8 പേരാണ് പെൻഷനാകുന്നത്. ഈ 8 പേരുടെയും കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ വരുന്ന 30-ാം തീയതി രാവിലെ 11 മണിക്ക് നെയ്യാറ്റിൻകര ഡിപ്പോയിൽ വെച്ച് ഒരു ഫംഗ്ഷൻ കൂടുന്നുണ്ട്. ആ ഫംഗ്ഷനിൽ നമ്മളെ കുടുംബാംഗങ്ങളായ എല്ലാവരും അതായത് മെക്കാനിക്കൽ, കണ്ടക്ടർ, മിനിസ്റ്റീരിയൽ, ഡ്രൈവേഴ്സ് എല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി ഇവിടെ എടുത്തിട്ട് പുറത്തേക്ക് പോകും. എല്ലാ